Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Realme പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Realme GT Neo 3 സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ വൈറ്റ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ അതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഇത് Redmi K50 സ്മാർട്ട് ഫോണുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കിള്ളൻ ഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഷോർട്ട് റിവ്യൂ എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ഇതിന്റെ ഒരു ബ്ലൂ കളർ സ്മാർട്ട് ഫോണിന്റെ ഒരു വീഡിയോ ആണ്. സോ ഇതിന്റെ അകത്ത് നമ്മൾ ബ്ലാക്കും അതോടൊപ്പം വൈറ്റും കളർ സ്മാർട്ട് ഫോൺ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഇത് 80 വാട്ട്സ് 5000 mAh 150 വാട്ട്സ് 4500 mAh വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് വേരിയന്റ് ആണ്. ഇന്ത്യയിൽ ഇരിക്കുന്നത് 150 വാട്ട്സിന്റെ ചാർജറും 4500 mAh ബാറ്ററിയും വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഇതിന്റെ 80 വാട്ട്സ് വേരിയന്റിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിന്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മുടെ Realme GT Neo അല്ലെങ്കിൽ Realme GT സീരീസിന്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹ്യൂജ് ആയിരിക്കും. സോ ഇതിന്റെ ലെങ്ത് അതേപോലെ തന്നെ ഉണ്ട്, ബട്ട് ഹ്യൂജ് അല്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനടക്ക് വലിയ ഹ്യൂജ് അല്ല. ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അവർ കുറച്ചിട്ടുണ്ട്. സോ വെരി ഗുഡ്. സോ ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ചെറിയ ഒരു ടോപ്പ് ഷെൽ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് Realme എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം വെൽക്കം ടു Realme ഫാമിലി എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതായത് ഇതിനകത്ത് നമുക്ക് വൈറ്റ് കളറിന്റെ മുകളിൽ കൂടെ ബ്ലാക്ക് സ്ട്രൈപ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഒരു ടോപ്പ് ഷെൽ എടുത്ത് മാറ്റുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഡാർക്ക് സിലിക്കൺ കേസ് ആണ് കിട്ടുന്നത്. ഇത് യൂഷ്വലായിട്ട് കിട്ടുന്ന പോലെ അത്രയ്ക്ക് ഡാർക്ക് ഒന്നുമല്ല. പിന്നെ നമ്മുടെ 150 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ചാർജർ കുറച്ച് വലുതാണ്. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ്. നിങ്ങൾക്കറിയാം 150 വാട്ട്സിനൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഷവോമിയുടെ 120 വാട്ട്സ് ചാർജറോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ച് സൈസ് കൂടുതലും അതോടൊപ്പം വണ്ണോ നല്ല രീതിയിൽ കൂടുതലാണ്. കുറച്ച് ഹ്യൂജ് ആൻഡ് ലെങ്തിയാണ്. സോ നമുക്ക് നേരെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുമല്ല ഈ ഒരു വീഡിയോ ഇടുമ്പം നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ചാനലിലെ ഗ്രോത്തിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു വൈറ്റ് കളർ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളർ സ്ട്രൈപ്സ് ആണ് ഇവിടെ. 2 സ്ട്രൈപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ താഴെയായിട്ട് Realme ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ എഡ്ജസ് ഫുള്ള് നോക്കുകയാണെങ്കിൽ ടോട്ടലി ബ്ലാക്ക് ആണ്. ബാക്ക് പോർഷൻ മാത്രമാണ് വൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ക്യാമറ ലെൻസിൻ്റെ തൊട്ട് ആ ഒരു ക്യാമറയുടെ പോർഷൻ്റെ അകത്ത് നമുക്ക് വൈറ്റ് കളർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. എനിവേ നല്ലൊരു ഡിസൈനാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗ്രീനും അതോടൊപ്പം ബ്ലാക്ക് ആയിരുന്നു. ഇപ്രാവശ്യം വൈറ്റും ബ്ലാക്കും ബ്ലൂവും ബ്ലാക്കും അതോടൊപ്പം സിൽവറും ബ്ലാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു സ്ട്രൈപ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 8.2 mm ഒരു തിക്നെസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 188 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. തിക്നെസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8100 എന്ന് പറയുന്ന ഒരു 5nm പ്രോസസ്സറാണ്. Android 12 ലഭിക്കുന്നുണ്ട്. Realme UI 3.0 ലഭിക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല കാര്യം. അതോടൊപ്പം 120 Hzന്റെ റിഫ്രഷ് റേറ്റും 1B കളേഴ്സും HDR 10+ സപ്പോർട്ടബിളും ആണ്. സോ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് 90 Hzലോട്ട് 60 Hzലോട്ട് മാറ്റാനുള്ള ഓപ്ഷനും സെറ്റിംഗ്സിൽ ലഭിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ഓൾസോ നൈസ്. ആൻഡ് ഇത് നമുക്ക് 256GB 12GB റാം വരെ മാക്സിമം വേരിയൻറ്റ് അവൈലബിൾ ആണ്. ആൻഡ് ഇതൊരു ഗ്ലോബൽ വെർഷൻ സ്മാർട്ട് ഫോൺ അല്ല, ചൈനീസ് വേരിയൻ്റ് ആണ്. ഗ്ലോബലും ഇന്ത്യയും അതോടൊപ്പം ചൈനീസും തമ്മിൽ നല്ല വ്യത്യാസം കാണും. അപ്പോൾ ചൈനീസ് വെർഷന് ചിലപ്പോൾ ഈ പേര് മാറ്റി ആയിരിക്കും മേ ബി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. നമുക്ക് എന്തായാലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം മാധവ് സേത്ത് ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ടീസ് ചെയ്തിട്ടുണ്ട്. Realme GT Neo 3 എന്തായാലും ഇന്ത്യയിൽ വരുന്നുള്ള കാര്യം നമ്മുടെ Realme CEO ആയ മാധവ് സേത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗെയിമിംഗ് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫ്രണ്ടിലായിട്ട് 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും ബാക്കിലായിട്ട് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല, ബട്ട് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അതൊക്കെ ധാരാളം തന്നെയാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ അങ്ങനെയുള്ള എല്ലാ വീഡിയോയും വരുന്നുണ്ട്. സോ അടുത്ത വീഡിയോ കണ്ടുകൊണ്ടാൽ ഞാൻ സാധ്യൻ സൈനിങ് ഓഫ്. ബൈ.